പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ, ജീവിതത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായ ഒരു ചെറിയ സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ സൂറത്ത്? നമ്മളൊക്കെയും സുബഹി നിസ്കരിക്കുന്നവരാണല്ലേ. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെയും അദ്കാറുകളും സ്വലാത്തുകളും അങ്ങനെയുള്ള വെറുതുകളും ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് സുബഹി നമസ്കാരം കഴിയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു സൂറത്ത് ഓതാനുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചു തരും എന്ന് പരിശുദ്ധമായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ആ സൂറത്ത് എന്നും എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എന്നും നമുക്ക് പഠിക്കാം. വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ. രോഗങ്ങൾ മുഴുവനും ശിഫയാക്കി തരട്ടെ. ദുആ കമന്റ് സെക്ഷനുകളിലും മറ്റുമായിട്ടൊക്കെ വസിയ്യത്തുകൾ അറിയിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇൻഷാ അല്ലാഹ് വന്നിട്ടുള്ളത്. ഈ സൂറത്ത് കൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ധാരാളം പ്രതിഫലങ്ങൾ, വണ്ണമറ്റ പ്രതിഫലങ്ങൾ ഈ ഒരൊറ്റ സൂറത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് ഉണ്ടാകില്ല. എന്താണ് ആ നേട്ടം? സാമ്പത്തിക നേട്ടമാണ്. സമ്പത്ത് അധികരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും, അള്ളാഹു എളുപ്പം നൽകും, അള്ളാഹു ഹലാലായ മാർഗം നമ്മിലേക്ക് തുറന്നു തരും. അതുപോലെ സമ്പത്ത് ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയമുണ്ടാകില്ല. അങ്ങനെ വരും പ്രിയപ്പെട്ടവരെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹി നമസ്കാരാനന്തരം ഏതാണ് ഈ സൂറത്ത്? പറയപ്പെടാൻ പോകുന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, ഒരൊറ്റ പ്രാവശ്യം, ഇനി ആ സമയത്ത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൃത്യമായി ഏത് സമയം വേണമെങ്കിലും ഓതാം. എന്നാലും ഉലമാക്കൾ പഠിപ്പിക്കുന്നു, നമുക്ക് ഏറ്റവും ഓതാൻ അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് അത് ഈ സുബഹി നമസ്കാരാനന്തരമുള്ള സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഓതാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയോ? അള്ളാഹു ഏത് വഴിയിലൂടെ എന്നറിയാതെ നമുക്ക് സമ്പത്ത് എത്തിച്ചരും. സാമ്പത്തിക ബുദ്ധിമുട്ട് റബ്ബ് തആല മാറ്റിത്തരും. ഇത് ചെയ്ത് അള്ളാഹു നല്ല റിസൾട്ട് നൽകിയ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവരെ. ഉലമാക്കൾ, ദീനിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. മറന്നു പോകാതെ എല്ലാ ദിവസവും ഇൻഷാ അള്ളാഹ് ഓതിക്കോളിയിൽ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ബലദാണ്. സൂറത്തുൽ ബലദ്. ഏതാണ് സൂറത്തുൽ ബലദ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. ഈ സൂറത്തുൽ ബലദ് എല്ലാ ദിവസവും സുബഹി നമസ്കാരാനന്തരം ഓതിക്കൊള്ളിയിൽ. അള്ളാഹു സർവമാന പ്രതിഫലങ്ങളും ഒട്ടും കുറയ്ക്കാതെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.